ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് അയല കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അയല എന്താ വന്നതെന്ന് വെച്ചാൽ ഈ മീൻ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഡേഞ്ചർ ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ട് ഇതിൻ്റെ എന്താ പറയുക ആ ഒരു ചെതുമ്പലുണ്ടല്ലോ അത് ഒന്ന് ജസ്റ്റ് ചെതുമ്പലില്ല എങ്കിൽ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കി അതിന് ശേഷം ഈ സൈഡിലൊക്കെയുള്ള ആ ഒരു മുള്ളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ഈ കത്രികയും കൊണ്ട് തന്നെയാണ് കട്ട് ചെയ്യാറ്. മുമ്പൊക്കെ കത്തിയും കൊണ്ട് ചെയ്യാറുണ്ടായിരുന്നേ. അപ്പോൾ നമുക്കിത് അവിടെയൊക്കെ തലയുടെ അവിടെയൊക്കെ കുറച്ച് ചെതുമ്പലുണ്ടാവും. ഇനി നമുക്ക് ഈ വായുടെ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് റൗണ്ടായിട്ട് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് വാലും കൂടി കട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം കണ്ടില്ലേ ഈ ഉള്ളിലത്തെ സംഭവങ്ങളാണ് പ്രശ്നം. ഇപ്പോൾ ഇത് കണ്ടില്ല നമ്മൾ ഈ ഒരു ചെകിളേൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ വലിച്ചു കളഞ്ഞിട്ടുണ്ട്. ചില സമയത്ത് അധികവും ഈ അയല മീനിന് അതിൻ്റെ അവിടെ ഒരു ചെറിയ എന്താ പറയുക പാറ്റ പോലത്തെ ഒരു സാധനം ഉണ്ടാവും. അത് എടുത്ത് കളയണേ. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു മീനിലിപ്പം ആ ഉള്ളിൽ ആ ഒരു സാധനം കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു മീൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അതായത് ഇത് കുറച്ച് ചെറിയ മീൻ അയല ആയതുകൊണ്ടാണ് ആ ഒരു സംഭവം കാണാത്തത്. കണ്ടു ഇതിന് കുറച്ചുണ്ട് കണ്ടില്ലേ ആ ഒരു കറുത്ത കണ്ടു ഇത് വലിച്ചെടുത്ത സമയത്ത് അതിലേക്ക് ആ കറുത്തതൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും കുറച്ച് മീനിൽ പറ്റിപ്പിടിച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് കുറച്ച് സൈസ് ചെറിയ അയല ആയതുകൊണ്ടാണ് അങ്ങനെ കുറച്ച് കണ്ടില്ലേ ഇതിന് നല്ലോണം അത് പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സാധനം. ഇത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതൊരു പാട പോലത്തെ സാധനമാണ്, കട്ടി കുറഞ്ഞ പാട പോലത്തെ സാധനം. ഇത് നമ്മൾ നല്ല രീതിയിൽ എന്താ പറയുക അതിൽ നിന്ന് നമ്മൾ മീനിൽ നിന്നും അത് എടുത്ത് ജസ്റ്റ് വലിച്ചു കൊടുത്താൽ മതി. അല്ല കത്തിയും കൊണ്ടോ കത്രികയും കൊണ്ടോ ചിരണ്ടി കൊടുത്താൽ മതി, അതങ്ങ് പൊക്കോളും. അപ്പോൾ ഇത് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തില്ല എങ്കിലാണ് അധിക ആൾക്കാർക്കും ഫുഡ് പോയ്സൺ വരാറ്. മനസ്സിലായല്ലോ? അപ്പം അയല കഴിച്ചിട്ട് അധിക പേരും പറയും അലർജിയായി അല്ലെങ്കിൽ എന്താ പറയുക ഫുഡ് പോയ്സണായി, വൊമിറ്റിംഗ് ആയി, അങ്ങനെ പല പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രശ്നക്കാരൻ ആരാണെന്ന് വെച്ചാൽ ഈ ഒരു ബ്ലാക്ക് പാടയാണ് കേട്ടോ. അപ്പം നിങ്ങൾ എപ്പോഴും ഏത് മീൻ ക്ലീൻ ചെയ്യുന്ന സമയത്തും പ്രത്യേകിച്ചും അയല ക്ലീൻ ചെയ്യുമ്പോൾ ആ ഒരു ബ്ലാക്ക് പാട മാറ്റി കളഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് കറി വയ്ക്കാനും ഫ്രൈ ചെയ്യാനും ഒക്കെ. അവൻ ഭയങ്കര വില്ലനാണ് കേട്ടോ. അതാണ് നമുക്ക് ഫുഡ് പോയ്സൺ ആക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.